ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ് വിത്ത് മീയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൈം ബക്സ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡിസ്ക്വാളിഫൈഡ് ആവുക. ഒരു സർവേയും കിട്ടാതെ ഒരു 20 സർവേ ഉണ്ടെങ്കിലൊക്കെ 18 സർവേസും ഡിസ്ക്വാളിഫൈഡ് ആവുക. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാറില്ല? അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കാരണങ്ങൾ പറയാം. ഒന്നാമത്തെ അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ടൈം ബക്സ് അല്ല നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്, മറിച്ച് നമുക്ക് പല പല കമ്പനീസിൻ്റെ സർവേ കിട്ടുന്നില്ലേ, അപ്പോൾ ആ ഒരു കമ്പനീസാണ് നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാരണങ്ങളാലാണ് നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രൊഫൈൽ മാച്ച് ആവാത്തതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു കമ്പനീൻ്റെ സർവേ കിട്ടുകയാണ്. അതിൽ ആ ഒരു സർവേയിൽ ചിലപ്പം അവർക്ക് വേണ്ടത് ഒരു 40-45 വയസ്സ് ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മുടെ പ്രൊഫൈലിലുള്ള നമ്മുടെ ഏജ് എന്ന് പറയുന്നത് അതിൽ കൊടുത്തത് ഇപ്പോൾ 25 ആണെങ്കിൽ ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് ആ ഒരു സർവേ മാച്ച് അല്ല. അപ്പോൾ പ്രൊഫൈൽ കുറേ അങ്ങനെ മാച്ച് അല്ലെങ്കിൽ നമുക്ക് പല കമ്പനീസിൻ്റെ സർവേസ് കിട്ടില്ല. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പെട്ടെന്ന് ചെയ്തു പോകുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൽ ഇപ്പോൾ ആദ്യത്തെ സ്ക്രീനിൽ നമുക്കൊരു അത്യാവശ്യം ഒരു പാരഗ്രാഫോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, അതൊരു 5 സെക്കൻഡ് പോലും അത് വായിക്കാൻ തയ്യാറാകാതെ തന്നെ നമ്മളത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് സർവേ ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പോൾ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാരണത്തോടനുബന്ധിച്ചുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സർവേസിൽ ആൻസർ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ആ ഒരു സർവേയിൽ ട്രാപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകുന്ന നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, താഴെ തന്നതിൽ നീല ക്ലിക്ക് ചെയ്യാമെന്ന്. നമ്മളത് ചെയ്യുമോ? ഇല്ല, ചിലപ്പം പിങ്ക് ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഒരു 20 മിനിറ്റോളം നമ്മൾ ആ സർവേ ചെയ്ത് ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരിക, അല്ലെങ്കിൽ അതിനിടയ്ക്ക് വരും. എങ്ങനെ ചെയ്താലും ചിലപ്പോൾ നമ്മളത് പൂർത്തിയാക്കാൻ പറ്റും, പക്ഷേ നമുക്കതിൻ്റെ എമൗണ്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് ആ ഒരു കമ്പനി നമുക്ക് സർവീസ് തരുന്നത് കുറച്ച് കുറയ്ക്കും. നാലാമത്തത്, അവർക്ക് IP ലൊക്കേഷൻ മാറി വന്നാൽ തന്നെ അവർ പെട്ടെന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുകൊണ്ട് VPN ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒരേ നെറ്റ്വർക്കിൽ ചെയ്യാതിരിക്കുക. ഇനി ഡിസ്ക്വാളിഫൈഡ് ആവുന്നത് പൂർണ്ണമായിട്ടും മാറ്റാൻ നമുക്ക് കഴിയില്ല. നമ്മളതിനെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തതൊക്കെ ഇതിന് ഓപ്പോസിറ്റ്, ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾക്ക് ഓപ്പോസിറ്റ് നിങ്ങൾ ചെയ്യുക. പ്രൊഫൈൽ 100% നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഉത്തരം മാറ്റി കൊടുക്കാതിരിക്കുക, VPN യൂസ് ചെയ്യാതിരിക്കുക, പെട്ടെന്ന് ആൻസർ ചെയ്യാതിരിക്കുക. അതൊരു 10 മിനിറ്റിൻ്റെ സർവേ ഒക്കെ ആണെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് തീർക്കാതിരിക്കുക. പിന്നെ നിങ്ങളെപ്പോഴും ഇതിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. കാരണം ഇപ്പം ഒരു 500 ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സർവേ നടത്തുന്നത്. അപ്പോൾ 501 ഇപ്പം നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പം പെട്ടെന്ന് വന്ന ഉടനെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും അതിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടും. അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി മുതൽ സർവേസ് ഒരേ ആൻസർ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോഴും ഡിസ്ക്വാളിഫൈഡ് ആവും, പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരേ ആൻസർ ഇനി മുതൽ കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ ഏതാണ് അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പം അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എനിക്ക് അറിയുന്ന വിവരങ്ങളും അതുപോലെ തന്നെ ഇത്രയും കാലം ഞാൻ ടൈം ബക്സ് ചെയ്തിട്ടുള്ളൊരു പരിചയം വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോ അതിനെപ്പറ്റി ഇടുന്നത്. അപ്പോൾ കമൻസിലൊക്കെ കുറേ ആൾക്കാർ എനിക്ക് തീരെ സർവേ കിട്ടുന്നില്ല, ഡിസ്ക്വാളിഫൈഡ് ആവുമെന്ന് കുറേ കമൻസ് കണ്ടുകൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഈ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് എനിക്കിതുപോലെ സർവേ ടാബ് വരെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അക്കൗണ്ടിൽ എനിക്ക് ടൈം ബക്സ് ഓപ്പൺ ആക്കാൻ തന്നെ പറ്റാണ്ടായി. അപ്പം അങ്ങനെ ആയ സമയത്ത് ഞാൻ പിന്നെ ഓഫർ വാൾസിലൊക്കെ പോയി അതിലെ സർവീസ് ചെയ്ത് പിന്നെ സർവീസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി ചെയ്ത സമയത്ത് എനിക്ക് പിന്നെ ആ ഒരു സർവേ ടാബ് വന്നു. പിന്നെ ഞാൻ ഒരേ ആൻസർ കൊടുക്കാൻ തുടങ്ങി, അതുപോലെ ശ്രദ്ധിച്ച് സർവേ ചെയ്യാൻ തുടങ്ങി, ട്രാപ്പ് ക്വസ്റ്റ്യൻസിലൊന്നും വീഴാതെ. അപ്പം അങ്ങനെയാണ് എനിക്ക് ആ ഒരു അക്കൗണ്ട് തിരിച്ച് കിട്ടിയത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ടൈം ബക്സിൽ ഞാൻ ചെയ്ത തെറ്റുകളും അതുപോലെ തന്നെ പിന്നീട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.